മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് നമ്മൾ ഹൈക്കോടതിയിൽ നിന്നാണ്. അത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അഡ്വക്കേറ്റ് CN പ്രകാശ് ആണ് ഇപ്പോൾ നിയമകാര്യ ലേഖകൻ ഒപ്പം ചേരുന്നത്. CN പ്രകാശ്, എന്താണ് അവിടെ നിന്നുള്ള വിവരം? അഭിലാഷ്, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പം തന്നെ മുൻ ധനമന്ത്രി തോമസ് ഐസക് അടക്കമുള്ളവർക്ക് ആശ്വാസം നൽകുന്നതാണ് ഇപ്പോഴത്തെ നടപടി. നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ EDയുടെ നോട്ടീസ്, മസാല ബോർഡിൽ EDയുടെ നോട്ടീസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. അത് കിഫ്ബിക്ക് മാത്രമായാണ് ആ സ്റ്റേ ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ മറ്റ് കക്ഷികളായ കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി, മുൻ വൈസ് ചെയർമാൻ എന്ന നിലയിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി ഭാരവാഹി എന്ന നിലയിൽ എബ്രഹാം എന്നിവർക്ക് കൂടി ഇപ്പോൾ അത് ആ സ്റ്റേ ബാധകമാക്കിയിരിക്കുന്നു. EDയുടെ നോട്ടീസാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മസാല ബോർഡ് ഇടപാടിൽ ED അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ നോട്ടീസിനെതിരെയാണ് കിഫ്ബി നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചത്. അപ്പോൾ ആ നോട്ടീസ് സ്റ്റേ ചെയ്തിരുന്നു. അതിൽ മറ്റ് കക്ഷികളായ മുഖ്യമന്ത്രി, മുൻ ധനമന്ത്രിയും എബ്രഹാമും KM എബ്രഹാമും ഹൈക്കോടതിയെ സമീപിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ ആ സ്റ്റേ ഈ മൂന്ന് കക്ഷികൾക്ക് കൂടി, ആ നോട്ടീസിൽ സ്റ്റേ മൂന്ന് കക്ഷികൾ കൂടി ബാധകമാക്കിയിരിക്കുന്നു. നോട്ടീസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് അടിയന്തര ആവശ്യമായി ഹർജിക്കാർ ഉന്നയിച്ചത്. മസാല ബോണ്ട് വഴി വിദേശത്ത് നിന്നും സമാഹരിച്ച പണം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ഉപയോഗിച്ചെന്നായിരുന്നു EDയുടെ റിപ്പോർട്ടും കണ്ടെത്തലും. തുടർന്ന് നടപടികളുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ ധനമന്ത്രി തോമസ് ഐസക്, കിഫ്ബി എന്നിവർക്ക് എതിർകക്ഷികൾക്ക് മറുപടി ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുള്ളത്. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്കല്ല, സംസ്ഥാനത്തിന്റെ വികസന പദ്ധതികൾക്കായാണ് ഭൂമി ഏറ്റെടുത്തതെന്നാണ് കക്ഷികളുടെ വാദം. ഈ നോട്ടീസ് ഇപ്പോൾ കക്ഷികൾക്ക് കൂടി ബാധകമായിട്ടുള്ള നോട്ടീസും കൂടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അഭിലാഷ്. അഡ്വക്കേറ്റ് CN പ്രകാശ്, അവിടെ ഉണ്ടാകുന്ന ഒരു സംശയം, നേരത്തെ EDയുടെ ഈ നോട്ടീസിന് സ്റ്റേ ചെയ്തതാണ്. അത് സൂചിപ്പിക്കുന്ന പോലെ കിഫ്ബിക്ക് മാത്രം ബാധകമാകുന്നു. ഇപ്പോഴത് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ മുൻ ധനമന്ത്രിക്കും ഒക്കെ ബാധകമാകുന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ ഇതിനെതിരെ ഒരു അപ്പീൽ ഡിവിഷൻ ബെഞ്ചിൽ ED നൽകിയിട്ടുണ്ടല്ലോ. അതിലൊരു തീരുമാനം വൈകുമോ? ഒരുപക്ഷെ അത് മറിച്ചാണ് തീരുമാനമെങ്കിൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മാറ്റമുണ്ടാവുകയല്ലേ ചെയ്യുന്നത്? അഭിലാഷ് സൂചിപ്പിച്ച പോലെ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ EDയുടെ അപ്പീൽ ഹൈക്കോടതിയിലുണ്ട്. നാളെ ഹൈക്കോടതി ഇടക്കാല അവധിക്കായി ശനിയാഴ്ച കോടതി അടയ്ക്കും. അതിനുശേഷമായിരിക്കും അതിന്മേൽ കൂടുതൽ വാദങ്ങൾ നടക്കുക. ഏതായാലും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ കിഫ്ബിക്കും എതിരായിട്ട് ED നൽകിയിട്ടുള്ള നോട്ടീസ് താൽക്കാലികമായി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേ നിലനിൽക്കും. അഭിലാഷ്, അതായത് ഇനി പരിഗണിക്കപ്പെടുന്നത് വരെ ആശ്വാസകരമാകുന്ന ഒന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കടക്കം എന്ന് നമുക്ക് അനുമാനിക്കാം, അല്ലേ? തീർച്ചയായും കോടതിയുടെ ആ വിധിയുടെ പകർപ്പ് പുറത്തു വന്നാൽ മാത്രമേ അതിന്റെ പൂർണ്ണമായ വിവരം ലഭ്യമാവുകയുള്ളൂ. നേരത്തെ തന്നെ EDയുടെ നോട്ടീസ് സ്റ്റേ ചെയ്തിരുന്നു കോടതി. എന്നാൽ അത് കിഫ്ബിക്ക് മാത്രമാണ് ബാധകമായിരുന്നത്. ഇപ്പോൾ കിഫ്ബിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഉള്ള മറ്റ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്കും ഇത് ബാധകമാകുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കും മുൻ ധനമന്ത്രിക്കും, ധനമന്ത്രി തോമസ് ഐസക്കിന് ഉൾപ്പെടെ ഉള്ളവർക്ക് ആശ്വാസകരമാണ്. എന്നാൽ ഇതിനെതിരെ, അതായത് കിഫ്ബിക്ക് എതിരെ വീണ്ടും ED കോടതിയെ തന്നെ സമീപിച്ചിട്ടുള്ളൊരു പശ്ചാത്തലമുണ്ട്. അത് പക്ഷേ ഈ സൂചിപ്പിക്കുന്നത് പോലെ ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും ആ ഹർജി പരിഗണിക്കുക. അത് ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ്. ഡിവിഷൻ ബെഞ്ച് EDക്ക് അനുകൂലമാകുന്ന തീരുമാനമെടുത്താൽ സ്വാഭാവികമായും ഇപ്പോഴത്തെ ഈ വിധിയിൽ മാറ്റമുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടക്കാല ആശ്വാസം മുഖ്യമന്ത്രി പിണറായി വിജയന് അടക്കം ലഭിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ അനുമാനിക്കാൻ. മറ്റൊരു വാർത്തയിലേക്ക്